സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഉത്തരവ് ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അന്വേഷണം ഓരോ നിമിഷവും വൈകുന്നത് ഈ കേസിനെ ബാധിക്കുമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നു. എബി, നീതി തേടി ഒടുവിൽ സിദ്ധാർത്ഥന്റെ അച്ഛന് ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഈ കേസ് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ CBI വിജ്ഞാപനം, അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു, അല്ലെങ്കിൽ ഈ രേഖകൾ കൈമാറുന്നതിന് എന്തിനാണ് ഇത്രമാത്രം ഒരു താമസം ഉണ്ടായത്? ഈ താമസത്തിന് ഉത്തരവാദികൾ ആരാണ്? ഒപ്പം തന്നെ ഇത് കേസിൽ ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേസിന്റെ മെറിറ്റിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം അറിയില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്. ഒപ്പം തന്നെ കോടതി നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. CBI ഈ കേസുമായി ഈ വിജ്ഞാപനം ഇറക്കുന്നതിന്, അതായത് ഈ അന്വേഷണം നടത്തുന്നതിനായി CBIയുടെ അന്വേഷണം ഉണ്ടാകും, അതിൽ വിജ്ഞാപനം ഇറക്കുന്നതിനായി കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ വിജ്ഞാപനം ഇറക്കണം, അടിയന്തരമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയും കൂടി. ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ നിരീക്ഷണങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നത്. അന്വേഷണം കേന്ദ്രത്തിന് മാറിയിട്ടുള്ള ഉത്തരവ്, വിജ്ഞാപനം സർക്കാർ ഇറക്കണം. ഒപ്പം തന്നെ എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണം. ഒപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ കേസിന്റെ വലിയൊരു ബ്രേക്കിംഗ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ കേസിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രേഖകൾ കൈമാറുന്നതിൽ CBI ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള രേഖകൾ സർക്കാർ CBIക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പോലും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം കേരള വിഷൻ ഈ സംഭവങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വളരെ ഗൗരവത്തിൽ തന്നെ ഈ കേസ് പരിഗണിച്ചിരിക്കുന്നു. ഇതിൽ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ സർക്കാരിന് നേരെ തന്നെയാണ് ഉയർന്നത്. ഇതൊരു ക്ലറിക്കൽ വർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെന്തിനാണ് ഇത്രമാത്രം കാലതാമസം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് ആരാണ് അതിന്റെ ഉത്തരവാദി? തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CBI അന്വേഷണത്തിന് കേന്ദ്രം വിജ്ഞാപനം ഇറക്കണം. ആ വിജ്ഞാപനം കാലതാമസം കൂടാതെ വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ അത് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. സർക്കാർ ഇതുമായി കേസിന്റെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ CBIക്ക് അന്വേഷണം വിട്ടത് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണെന്നുള്ള ആരോപണം സിദ്ധാർത്ഥന്റെ പിതാവ് കേരള വിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ തന്നെ ശരിവെക്കുന്ന നിലയ്ക്ക് അതെല്ലാം തന്നെ ചെവിക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ലിബീഷ്.